Welcome to Gokarna. All Malayalis, I love Malayalis so much. Okay, ഞാനിപ്പോൾ പെൻഷനറാ. നിങ്ങളെല്ലാം ഗോകർണ very energetic place ആണ് ഗോകർണ. Okay, and one more, God bless you. Okay, thank you. With Ganesha, with Mahabaleshwaram. Okay. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജോവാൻജ ട്രാവൽ മാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ശ്രീ മഹാബാലേശ്വർ ടെമ്പിൾ ഗോകർണം. അതായത് ഇത് കർണാടക സ്റ്റേറ്റിൽ ഷിരൂര് ഗോവയിൽ നിന്ന് വരുവാണെങ്കിൽ ഷിരൂര് കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ പോരാൻ അവിടെ നിന്നൊരു വലത്തേക്ക് തിരിഞ്ഞ് കയറി പോകണം ഈ അമ്പലത്തിലേക്ക് പോകാൻ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ എല്ലാവരെയും കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഗോകർണ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ കയറി. വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കേട്ടോ. ഈ ഹൈവേയിലൊക്കെ ഹോട്ടലുകളൊക്കെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി രാവിലത്തെ കാപ്പി കുടിച്ചിട്ട് ഇനി അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ ഈ സ്ഥലം മദനഗിരി എന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. അതായത് ഈ ഗോകർണ തിരിയുന്നത്. അതായത് തിരൂർ മംഗലാപുരം ഹൈവേയിലാട്ടോ. അപ്പോൾ ഞങ്ങൾ കയറി കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ കാണാം. ഇപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്നത് ഒരു ഹോട്ടലിൻ്റെ മുന്നിലായിരുന്നേ. ഈ സ്ഥലത്തിൻ്റെ പേര് മദനഗിരി എന്നാട്ടോ. അപ്പം ഇവിടുന്ന് തിരിഞ്ഞ് ഒരു 15-20 കിലോമീറ്ററോളം നമുക്ക് ഉള്ളിലേക്ക് പോകാനുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. പഴയകാല കെട്ടിടങ്ങളും ആ ഗ്രാമഭംഗിയും. ഇത് ഉപ്പുപാടം കേട്ടോ ആ ദൂരെ കാണുന്നത്. ഇതുണ്ടോ, ഇത് ആ ഒരു 10-30 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു നല്ല അടിപൊളി ഒരു ഗ്രാമഭംഗിയാട്ടോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഷീറ്റിട്ട വീടുകളും പിന്നെ ഓലമേഞ്ഞ വീടുകളും അതെല്ലാം നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആദ്യം ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ഈ ഗോകർണം എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് വിഭജിച്ചതെന്ന് അറിയത്തില്ല. ശരിക്കും കേരളത്തിൻ്റെ അതേ സ്റ്റൈലാട്ടോ, ഭംഗിയാട്ടോ ഇവിടെ. അതെങ്ങനെയാണ് വിഭജിച്ചതെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. നോക്കിയേ, ഇവിടെയൊക്കെ ആ പഴയ കാലത്തെ സ്ഥലമാട്ടോ. ഇവിടെ മെഷീനൊന്നും അല്ല കേട്ടോ. ഇവിടെ പഴയ കാലത്ത് ആ കല്ലേലിട്ട് വെച്ച് കച്ചി അടിച്ച് നെല്ല് വേർതിരിച്ച് എടുക്കുന്ന അതേ സിസ്റ്റം തന്നെയാട്ടോ ഇവിടെ. ഈ കാഴ്ചകളൊക്കെ അന്യം നിന്നു പോയ കാഴ്ചകളാട്ടോ ഇതൊക്കെ. ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. ഇത് കണ്ടോ, ഇവിടെ ഉപ്പുപാടം കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുമേ. കണ്ടോ, വളരെ പഴയ കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടുള്ള യാത്രയിൽ ഒത്തിരി നമുക്ക് വഴിക്കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഗോകർണ ടെമ്പിൾ കാണാൻ വന്നതാണോ. അപ്പോൾ ഇത് ഇവിടെ വെച്ച് ചുമ്മാ ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരു വഴി ചോദിച്ചത്. വഴി ചോദിച്ചപ്പോൾ ഇന്ത്യൻ ആർമിയിൽ നിന്ന് റിട്ടയർഡായ ഒരു സാറിൻ്റെ പേര് ഗജാനന്ത് പൈ സാറിനെ ഞങ്ങൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടോ. സാറ് മലയാളമാണോ എന്ന് ഞങ്ങളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ മലയാളി ആണോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ സാറ് വളരെ സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. ഒരു മലയാളി ഇവിടെ വെച്ച് കണ്ട് സംസാരിക്കാൻ പറ്റി, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത കുറച്ചും കൂടി മുന്നോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ ഇനി അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. Welcome to Gokarna. All Malayalis, I love Malayalis so much. Okay, ഞാനിപ്പോൾ പെൻഷനറാ. നിങ്ങളെല്ലാം ഗോകർണ very energetic place ആണ് ഗോകർണ. Okay, and one more, God bless you. Okay, thank you. With Ganesha, with Mahabaleshwaram. Okay, കാണാം. Okay. ഇതൊരു വലിയ രഥമാണ്. ഇതാ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടാട്ടോ ഈ രഥം നിൽക്കുന്നത്. അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള വഴിയാട്ടോ. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴികളാണ്. പിന്നെ അവിടെ കടകളൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി കടകൾ. അവിടെ ഒത്തിരി ഇത് മേടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പ്രതിഷ്ഠകളും അതുപോലെ രൂപങ്ങളൊക്കെ ഒത്തിരി അവിടെ മേടിക്കാൻ ആണെങ്കിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. അമ്പലത്തിൻ്റെ സൈഡാണ് ഇത്. എന്തോ ഭിത്തിയൊക്കെ പഴയ കാലത്തെ കട്ടകൾ വെച്ച് പണിതേക്കുന്ന എന്ത് കട്ടയത്തില്ല, പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്.
ഇഷ്ടംപോലെ സഞ്ചാരികളാട്ടോ അത് ഇവിടെ വിശ്വാസികളാണ് ഇവിടെ കാണാനായിട്ടൊക്കെ വരുന്നത്. ഉണ്ടോ പഴയകാല ബിൽഡിങ്ങുകൾ, പിന്നെ അതുപോലെ പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള വസ്ത്രധാരണയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം. വാഹനം ഇവിടെ നിർത്തത്തൊന്നുമില്ല കേട്ടോ. ഒരു വാഹനം കഷ്ടിച്ചങ്ങ് കടന്നു പോവുകയുള്ളൂ. ജനത്തിരക്കും വാഹനം ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് മുന്നിൽ ചെന്ന് പാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോരാം. ഇവിടെ സുഗന്ധവ്യഞ്ജന കടകളൊക്കെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് പഴയ കാലത്തെ ആ വസ്ത്രധാരണ ഉണ്ട് ഒരു അമ്മച്ചി അവിടെ നിൽക്കുന്നത്. ഇതാട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. നമ്മൾ തിരിച്ചവിടെ എത്തി. ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് മുണ്ടെടുത്താലാട്ടോ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. പാൻറ് ഇട്ടുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ദർശനം അനുവദിക്കില്ല. നമ്മൾ കുറച്ച് അകത്ത് വരെ കയറി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പിന്നെ മുണ്ടെടുത്താലാട്ടോ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ഇവിടെ തൊഴാനൊക്കെ. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാട്ടോ ഇത്. ഭയങ്കര ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. കർണാടകയിലെ 7 പുണ്യമുക്തി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഗോകർണ ക്ഷേത്രം. കർണാടകയിലെ നിരവധി ഹിന്ദു വിശ്വാസികൾ മരണാനന്തര ചടങ്ങുകൾ ഇവിടെ നടത്താറുണ്ട്. ലങ്കയിലെ അസുര രാജാവായ രാവണനാണ് ഹിമാലയത്തിലെ കൈലാസ പർവ്വതത്തിൽ നിന്ന് ഇവിടെ ആത്മലിംഗം കൊണ്ടുവന്നത്. ശിവൻ്റെ ഏറ്റവും പുരാണ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഗോകർണ ടെമ്പിൾ. ഇനി നമ്മൾ പോകുന്നത് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഒരു ബീച്ചുണ്ട് കേട്ടോ. ആ ബീച്ചിലേക്കാണ് നമ്മുടെ ഇനി യാത്ര. ആ ബീച്ചിൻ്റെ അവിടെ കേട്ടോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഈ അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട് അവിടെയാണ് ഉണ്ടോ. ഈ ബീച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല വൃത്തിയാട്ടോ ഈ ബീച്ചിന്. നല്ല മനോഹരമായ ഒരു ബീച്ചാണെന്ന് നോക്കിയേ. സാധാരണ ബീച്ചിലേക്ക് ചെന്നാൽ വെള്ളം കൊണ്ടുവന്ന് തിരകളൊക്കെ കൊണ്ടുവന്ന് കുപ്പികളും പ്ലാസ്റ്റിക്കുകളൊക്കെ ഈ ബീച്ച് സൈഡിൽ അടിയും. ഇവിടെ അതൊന്നുമില്ല കേട്ടോ. അതുപോലെ കുതിര സവാരി, ഒട്ടക സവാരിയൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഗോകർണ അമ്പലം കാണാൻ വരുന്നവർ എല്ലാവരും തന്നെ ഈ ബീച്ച് കൂടിയൊക്കെ കണ്ട് ഇവിടെ നടന്നിട്ടൊക്കെ ആട്ടോ മിക്കവരും തന്നെ പോവുകയുള്ളൂ. ബീച്ച് നല്ല വെയിലാട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇവിടെ വരുന്നവരൊക്കെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇടാതിരിക്കുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ അടുത്ത അടിപൊളി ഒരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.